നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രൂപയ്ക്ക് കനത്ത ഇടിവ്. ഡോളറിനെതിരെ 90 നിലവാരത്തിലേക്ക് താഴ്ന്നു. ധനനയ തീരുമാനങ്ങളെ മൂല്യത്തകർച്ച സ്വാധീനിച്ചേക്കും. സമ്പദ് വ്യവസ്ഥയെ പിന്തുണച്ച് സേവന മേഖല. ശക്തമായ ആഭ്യന്തര ആവശ്യകതയിൽ PMI 59.8 എന്ന് HSBC. വ്ളാഡിമിർ പുടിന്റെ സന്ദർശനത്തിൽ പ്രതിരോധ മേഖലയ്ക്ക് പ്രതീക്ഷ. മിസൈൽ, യുദ്ധവിമാന കരാറുകൾ ഓഹരി വിപണിക്ക് നിർണായകം. വിദേശ നിക്ഷേപ പരിധി സംബന്ധിച്ച് വ്യക്തത വരുത്തി കേന്ദ്ര സർക്കാർ. പൊതുമേഖലാ ബാങ്കുകളുടെ നിക്ഷേപ പരിധി ഉയർത്തില്ല. എണ്ണ ഇറക്കുമതിയുടെ 80% റഷ്യ, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്ന്. US-ൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യ വലിയ അളവിൽ എണ്ണ ഇറക്കുമതി ചെയ്തതായി റെക്കോർഡ്. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേരിയ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 31 പോയിന്റ് താഴ്ന്ന് 85,106 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 46 പോയിന്റ് താഴ്ന്ന് 25,986 അവസാനിച്ചു. വിശദാംശങ്ങളുമായി നിഖിലാണ് ചേരുന്നത്. നിഖിൽ, ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നഷ്ടത്തിലേക്ക് നയിച്ചത്? നിലവിലെ ഒരു ക്ലോസിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 0.25% ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ളൊരു ഇടിവാണ് നിഫ്റ്റി 50 ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 0.18% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 25,985 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50യിലെ ഒരു ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു ക്ലോസിംഗ് നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 അതിൻ്റെ ഒരു 10 ഡേയ്സ് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് അഥവാ EMAക്ക് താഴെ വന്നിരിക്കുന്നു. അങ്ങനെ ഒരു ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ നിലവിലൊരു വീക്ക്നെസ് നിലവിലിപ്പോൾ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം നിലവിലിപ്പോൾ ഉണ്ടാകുന്നു എന്നൊരു അപ്ഡേറ്റ് ആണ് നിലവിലിപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത്. കൂടാതെ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളമുള്ള കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, അതായത് ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു വീക്കിൽ ഉണ്ടായിരിക്കുന്ന ഒരു കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു 27,000 ആണ് ഒരു മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിൽ തന്നെ ഒരു ഫ്രഷ് കോൾ റൈറ്റിംഗ്സ് ഒക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു 26,000, 26,200 എന്നീ പറയുന്ന നിരക്കുകളിലൊക്കെ തന്നെ ഒരുപാട് കോൾ ഓപ്ഷൻസും തന്നെ നിലവിലിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇതിപ്പോൾ നിലവിൽ പരിശോധിക്കുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു നിയർ ടേമിലേക്കൊക്കെയുള്ളൊരു റാലിക്ക് നിലവിലിപ്പോൾ ഒരു തടയിടുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഒരു പുട്ട് ഓപ്ഷൻസ് ഒക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ 25,500, 26,000 എന്ന് പറഞ്ഞ ഒരു ലെവലിലുമാണ് നിലവിലിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ ഒരു കോൾ ഓപ്ഷൻസ് ഒക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ ഒരു വീക്ക്നെസ് നിലവിലിപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാഴ്ച കൂടിയാണ് നിലവിലിപ്പോൾ കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേരിയ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. നിഖിലാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. രൂപയ്ക്ക് കനത്ത ഇടിവ്. ഡോളറിനെതിരെ 90 നിലവാരത്തിലേക്ക് താഴ്ന്നു. റിസർവ് ബാങ്കിന്റെ ധനനയ തീരുമാനങ്ങളെ മൂല്യത്തകർച്ച സ്വാധീനിക്കാൻ സാധ്യത. റിസർവ് ബാങ്കിന്റെ ധനനയ പ്രഖ്യാപനം വെള്ളിയാഴ്ച നടക്കാനിരിക്കെയാണ് രൂപയുടെ കനത്ത മൂല്യത്തകർച്ചയുണ്ടായിരിക്കുന്നത്. എന്നാൽ രൂപയ്ക്കായുള്ള ഇടപെടൽ റിസർവ് ബാങ്ക് പരിമിതപ്പെടുത്താനാണ് സാധ്യതയെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. റിസർവ് ബാങ്ക് ഗവർണർ അസാധാരണമായ ചാഞ്ചാട്ടം തടയാൻ മാത്രമേ ഇടപെടൂ. രൂപയ്ക്കായി പ്രത്യേക സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ റിസർവ് ബാങ്ക് വെച്ചിട്ടില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് വിദഗ്ധരുടെ വിശദീകരണം വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ തകർച്ചയ്ക്ക് കാരണവും റിസർവ് ബാങ്ക് രൂപയുടെ മൂല്യത്തിലുള്ള ഇടപെടൽ കുറച്ചതാണെന്ന് ഇന്ത്യ ഫോറക്സ് അസറ്റ് മാനേജ്മെന്റ് സ്ഥാപകൻ അഭിഷേക് ഗോയങ്ക വ്യക്തമാക്കി. അതേസമയം ഓഹരി വിപണിയിൽ നിന്നുള്ള തുടർച്ചയായ നിക്ഷേപ പിൻമാറ്റവും ഇന്ത്യ-US വ്യാപാര കരാറിനെക്കുറിച്ചുള്ള അനിശ്ചിതത്വവുമാണ് ഈ കനത്ത മൂല്യത്തകർച്ചയ്ക്ക് കാരണമെന്ന് VP റിസർച്ച് അനലിസ്റ്റ് ജതിൻ ത്രിവേദി പറഞ്ഞു. കൂടാതെ ഇത്തവണ മോണിറ്ററി പോളിസിയിൽ നയം ന്യൂട്രലിൽ തന്നെ നിലനിർത്തി റിപ്പോ നിരക്ക് 5.5% തന്നെ കൊണ്ടുപോകാനാണ് റിസർവ് ബാങ്ക് തയ്യാറാവുകയെന്നാണ് വിലയിരുത്തലുകൾ. GDP വലിയ മുന്നേറ്റം നടത്തുകയും പണപ്പെരുപ്പം എക്കാലത്തെയും താഴ്ന്ന നിരക്കിലെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ അസാധാരണ സാഹചര്യമാണ് ഇത്തരമൊരു നീക്കത്തിന് കാരണമായതെന്നും അവർ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സമ്പദ് വ്യവസ്ഥയെ പിന്തുണച്ച് സേവന മേഖല. ശക്തമായ ആഭ്യന്തര ആവശ്യകതയിൽ PMI 59.8 എന്ന് HSBC. ഇന്ത്യൻ സേവന മേഖലയുടെ വളർച്ച നവംബർ മാസത്തിൽ പ്രതീക്ഷിച്ചതിലും വർദ്ധിച്ചെന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത്. ശക്തമായ ആഭ്യന്തര ആവശ്യകതയാണ് ഒക്ടോബറിലെ തളർച്ചയെ മറികടക്കാൻ സഹായിച്ചത്. തുടർച്ചയായി 52ാം മാസമാണ് ഈ സൂചിക വളർച്ചാ മേഖലയിൽ നിലനിൽക്കുന്നത്.
സേവന പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് ഇപ്പോഴും ആഭ്യന്തര ഉപഭോഗമാണെന്നും HSBC ഡാറ്റ വ്യക്തമാക്കി. എന്നാൽ ആഗോളതലത്തിലെ മത്സരം വർദ്ധിച്ചതിനെ തുടർന്ന് കയറ്റുമതി വിൽപ്പനയുടെ വളർച്ച 8 മാസത്തെ ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക് താഴ്ന്നു. മറ്റു വിപണികൾ കുറഞ്ഞ വിലയിൽ സേവനങ്ങൾ ലഭ്യമാകുന്നത് വളർച്ചയെ തടസ്സപ്പെടുത്തുന്നതായി സർവേ വ്യക്തമാക്കി. പുതിയ കയറ്റുമതി ഓർഡറുകളുടെ വളർച്ച മാർച്ച് മാസത്തിൽ ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക് താഴ്ന്നു. വർദ്ധിച്ച മത്സരം, മറ്റു വിപണികൾ കുറഞ്ഞ വിലയിൽ സേവനങ്ങൾ ലഭ്യമാകുന്നത് എന്നിവ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നതായും സർവേയിൽ പങ്കെടുത്ത വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ഉൽപാദനം വർദ്ധിച്ചിട്ടും തൊഴിൽ വളർച്ച മിതമായ നിലയിലാണ് തുടർന്നത്. സർവേയിൽ പങ്കെടുത്ത 95% സ്ഥാപനങ്ങളും ശമ്പള പട്ടികയിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ലെന്ന് റിപ്പോർട്ട് ചെയ്തു. അതായത് പ്രവർത്തനങ്ങളിലെ വികാസം കാര്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല. ആഗോള മത്സരം സംബന്ധിച്ച ആശങ്കകൾ കാരണം ബിസിനസ് ആത്മവിശ്വാസം ജൂലൈ 2022 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് താഴ്ന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വ്ളാഡിമിർ പുടിന്റെ സന്ദർശനത്തിൽ പ്രതിരോധ മേഖലയ്ക്ക് പ്രതീക്ഷ. മിസൈൽ യുദ്ധവിമാന കരാറുകൾ ഓഹരി വിപണിക്ക് നിർണായകം. 23ാമത് ഇന്ത്യ-റഷ്യ വാർഷിക ഉച്ചകോടിക്കായാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എത്തുന്നത്. വ്യോമ പ്രതിരോധ കരാറുകളാണ് ഇതിൽ നിർണായകമെന്നും സ്റ്റോക്ക് മാർക്കറ്റ് അനലിസ്റ്റുകൾ വ്യക്തമാക്കി. ഉച്ചകോടിയിൽ തദ്ദേശീയ നിർമ്മാണം, സംയുക്ത സംരംഭങ്ങൾ, സാങ്കേതിക കൈമാറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട് വലിയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇത്തരം നീക്കങ്ങൾ ഇന്ത്യൻ പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾക്ക് ശക്തമായ ഉത്തേജകമായി മാറുമെന്നും അവർ വ്യക്തമാക്കി. VP മേത്ത ഇക്വിറ്റീസിലെ പ്രശാന്ത് താപ്സെ പറയുന്നത്, വിമാന നിർമ്മാണ കരാർ വന്നാൽ നേട്ടം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിനായിരിക്കുമെന്നാണ്. കരാറിന്റെ പ്രതിഫലനം ഓഹരിയിലും കാണും. ഭാരത് ഇലക്ട്രോണിക്സ്, ഭാരത് ഡൈനാമിക്സ് ഓഹരികളിലും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. റഷ്യയുമായുള്ള പങ്കാളിത്തം വരും വർഷങ്ങളിലെ ആഭ്യന്തര പ്രതിരോധ മൂലധന ചെലവ് വർദ്ധിക്കുമെന്ന വിപണി വിശ്വാസത്തിന് ശക്തി പകരുന്നു. മിസൈൽ ഘടകങ്ങളുടെയും പ്രാദേശിക അസംബ്ലിയിലും നിർമ്മാണത്തിലും ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് പോലെയുള്ള ഇന്ത്യൻ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സാങ്കേതിക കൈമാറ്റ കരാറും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ഇന്ത്യയുടെ തദ്ദേശീയ നിർമ്മാണ ശേഷിക്ക് വലിയ ഉണർവ് നൽകും. വിമാനങ്ങളുടെ ഉൽപാദനത്തിലും പരിപാലനത്തിലും പ്രത്യേകം ശ്രദ്ധ നൽകുന്ന HALന് നിർണായകമാവുക 5ാം തലമുറയിലെ സുഖോയ് 57 സ്റ്റെൽത്ത് വാങ്ങുന്നതിനുള്ള ചർച്ചയും S-500 എയർ ഡിഫൻസ് സിസ്റ്റവും ആയിരിക്കും. അതേസമയം ഇന്ത്യ-റഷ്യ ബന്ധം കൂടുതൽ ശക്തമായാൽ US-ൽ നിന്നുള്ള പ്രതികരണമുണ്ടായേക്കാം. ഇത് ഹ്രസ്വകാലത്തേക്ക് വിപണിയിൽ ചാഞ്ചാട്ടങ്ങൾക്കും കറൻസിയിലെ ഏറ്റക്കുറച്ചിലുകൾക്കും റിസ്ക് പ്രീമിയം വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ടെന്നും അനലിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിദേശ നിക്ഷേപ പരിധി സംബന്ധിച്ച് വ്യക്തത വരുത്തി കേന്ദ്ര സർക്കാർ. പൊതുമേഖലാ ബാങ്കുകളുടെ നിക്ഷേപ പരിധി ഉയർത്തില്ല. പൊതുമേഖലാ ബാങ്കുകളിലെ നേരിട്ടുള്ള വിദേശ നിക്ഷേപ പരിധി ഉയർത്താനുള്ള ഒരു നിർദ്ദേശവും സർക്കാരിന്റെ പരിഗണനയിലില്ലെന്ന് വ്യക്തമാക്കിയത് ധനകാര്യ മന്ത്രാലയമാണ്. പാർലമെന്റ് അംഗങ്ങളായ രഞ്ജിത് രഞ്ജൻ, ഹാരിസ് ബീരാൻ എന്നിവർ ലോക്സഭയിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പൊതുമേഖലാ ബാങ്കുകളിലെ നിക്ഷേപ പരിധി 49% ഉയർത്തുമെന്നായിരുന്നു മുൻ റിപ്പോർട്ട്. പിന്നാലെ ബാങ്കിംഗ് ഓഹരികൾ നിക്ഷേപ ശ്രദ്ധയിൽ വരികയും വിദേശ നിക്ഷേപമടക്കം ഈ ഓഹരികളിൽ ഉയരുകയും ചെയ്തിരുന്നു. FDI പരിധി ഉയരുന്നതോടെ ബാങ്കുകളുടെ മൂലധനസ്ഥിതിയും പ്രവർത്തന മികവും മെച്ചപ്പെടുമെന്ന വിദഗ്ധരുടെ നിരീക്ഷണമാണ് ഇതിന് കാരണമായത്. എന്നാൽ ധനമന്ത്രാലയത്തിന്റെ വിശദീകരണം വന്നതോടെ ബാങ്കിംഗ് ഓഹരികളിൽ കനത്ത വിൽപ്പന സമ്മർദ്ദമാണ് നേരിടുന്നത്. നിലവിൽ ബാങ്കുകളുടെ FDI പരിധി 20%. അതേസമയം ബാങ്കിംഗ് മേഖലയിൽ ലയനമുണ്ടാവില്ലെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എണ്ണ ഇറക്കുമതിയുടെ 80% റഷ്യ, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്ന്. US-ൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യ വലിയ അളവിൽ എണ്ണ ഇറക്കുമതി ചെയ്തതായി റെക്കോർഡ്. 2025 നവംബറിൽ ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിലെ പ്രവണതയെ പ്രതിഫലിപ്പിച്ചു. മിഡിൽ ഈസ്റ്റും റഷ്യയും 80%-ലധികം ഇറക്കുമതി കൈകാര്യം ചെയ്തു. പ്രതിദിനം 5 ദശലക്ഷം ബാരലധികമാണ് ഇറക്കുമതി. US-ൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യ വലിയ അളവിൽ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്തു എന്നതാണ് കഴിഞ്ഞ മാസത്തെ ഏറ്റവും ശ്രദ്ധേയമായ പുരോഗതി. ഇരു മേഖലകളുടെയും വിഹിതം റെക്കോർഡ് നിലവാരത്തിലേക്ക് ഉയർന്നു. നവംബർ 21 ആരംഭിച്ച US ഉപരോധങ്ങൾ ഈ വർഷം ഡിസംബറിൽ റഷ്യൻ ചരക്കുകളുടെ ഇറക്കുമതി ഏകദേശം 1/3 കുറയ്ക്കും. ഈ മാസം ഇതുവരെ റഷ്യൻ വരവ് ശക്തമായി തുടരുകയാണെന്നും ശരാശരി പ്രതിദിന ഇറക്കുമതി 1.8 ബാരലാണെന്നും ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഇറക്കുമതി മിശ്രിതത്തിന്റെ 35%-ലധികം വരുമെന്നും ആഗോള റിയൽ ടൈം ഡാറ്റ അനലിറ്റിക്സ് ദാതാക്കളായ കെപ്ലർ പറഞ്ഞു.
ഇന്ത്യയുടെ ഏറ്റവും വലിയ അസംസ്കൃത എണ്ണ വിതരണക്കാരായി മിഡിൽ ഈസ്റ്റ് തുടർന്നു. ഇറക്കുമതിയുടെ 42.43% വിഹിതം ഇവർ വഹിച്ചു. മൊത്തത്തിൽ ഇറാഖ്, സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഒമാൻ എന്നിവ ഇന്ത്യയിലേക്ക് പ്രതിദിനം 2.14 ബാരൽ എണ്ണ ഇറക്കുമതി ചെയ്തു. ഇന്ത്യ പ്രതിദിനം ഏകദേശം 5 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ആഫ്രിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്തു. ഇത് ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയുടെ 9.90%. റഷ്യൻ എണ്ണവരവ് കുറയുന്നത് നികത്താൻ ഇന്ത്യൻ റിഫൈനർമാർ മിഡിൽ ഈസ്റ്റ്, പശ്ചിമാഫ്രിക്ക, വടക്കേ അമേരിക്ക എന്നിവയുൾപ്പെടെ വിശാലമായ വിതരണക്കാരിൽ നിന്നുള്ള ഉപഭോഗം വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 65 രൂപ കൂടി 11,970 രൂപയായി. ഒരു പവൻ സ്വർണത്തിന് 520 രൂപ ഉയർന്ന് 95,760 രൂപയിലെത്തി. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 55 രൂപ ഉയർന്ന് 9,845 രൂപയായി. പവന് 78,760 രൂപയാണ്. വെള്ളിവില ഗ്രാമിന് 185 രൂപയിലാണ് വ്യാപാരം. പ്രധാന വാർത്തകൾ വീണ്ടും. രൂപയ്ക്ക് കനത്ത ഇടിവ്. ഡോളറിനെതിരെ 90 നിലവാരത്തിലേക്ക് താഴ്ന്നു. ധനനയ തീരുമാനങ്ങളെ മൂല്യത്തകർച്ച സ്വാധീനിച്ചേക്കും. സമ്പദ് വ്യവസ്ഥയെ പിന്തുണച്ച് സേവന മേഖല. ശക്തമായ ആഭ്യന്തര ആവശ്യകതയിൽ PMI 59.8 എന്ന് HSBC. വ്ളാഡിമിർ പുടിന്റെ സന്ദർശനത്തിൽ പ്രതിരോധ മേഖലയ്ക്ക് പ്രതീക്ഷ. മിസൈൽ, യുദ്ധവിമാന കരാറുകൾ ഓഹരി വിപണിക്ക് നിർണായകം. വിദേശ നിക്ഷേപ പരിധി സംബന്ധിച്ച് വ്യക്തത വരുത്തി കേന്ദ്ര സർക്കാർ. പൊതുമേഖലാ ബാങ്കുകളുടെ നിക്ഷേപ പരിധി ഉയർത്തില്ല. എണ്ണ ഇറക്കുമതിയുടെ 80% റഷ്യ, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്ന്. US-ൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യ വലിയ അളവിൽ എണ്ണ ഇറക്കുമതി ചെയ്തതായി റെക്കോർഡ്.